നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പുതിയ ഒരു ടോപ്പിക്കാണ്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ഡെഫിനിഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ആ ഒരു മേഖലയാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൻ്റെ നിർവചനങ്ങളും പ്രാധാന്യവും മാനേജ്മെൻറ്റിൻ്റെ നിർവചനങ്ങളും പ്രാധാന്യവും എന്ന മേഖലയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മുടെ ഭാസിസ് അക്കാഡമിയുടെ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുവാനായിട്ടുള്ളൊരു ഫിസിലെ കളരിയുടെ രണ്ടാമത്തെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണിത്. അപ്പോൾ അതിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഒന്നാമത് എന്താണ് മീനിങ് ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് മാനേജ്മെൻറ്റ് എന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ് റിസോഴ്സസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ ഫലപ്രദമായിട്ടും അതേപോലെ തന്നെ നല്ല രീതിയിൽ നേടിയെടുക്കാനായിട്ട് എഫിഷ്യൻ്റായിട്ട് അതേപോലെ തന്നെ എഫക്റ്റീവ്ലി ഫലപ്രദമായ രീതിയിൽ കാര്യക്ഷമതയോടും കൂടിയൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അവിടെയുള്ള മനുഷ്യൻ്റെ മൂലധനം, അതായത് തൊഴിലാളികളെ, അവിടെയുള്ള സമ്പത്തിനെ, അതിനെ ശാരീരികമായിട്ടും അതേപോലെ തന്നെ യന്ത്രങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, യന്ത്രങ്ങളാണെങ്കിൽ നമ്മൾ മെക്കാനിസത്തിലൂടെയും അതുപോലെ വൈജ്ഞാനികമായിട്ടുള്ള വിവരങ്ങളാണെങ്കിൽ അതിനെയുമൊക്കെ എന്ത് ചെയ്യണം, നല്ല ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യണം. ആ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, അതിനെ പ്ലാൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് മുന്നിൽ നിന്ന് നയിച്ച് നിയന്ത്രിച്ച് ആ ഓർഗനൈസേഷനെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യവസായം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കയർ വ്യവസായമാണെങ്കിൽ ആ കയർ ഏത് രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അതിനെന്തെല്ലാമാണ് റോ മെറ്റീരിയൽസ് വേണ്ടത്, അതെവിടെ നിന്ന് കിട്ടും, അതെങ്ങനെ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് എങ്ങനെ വർക്ക് നടത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കയർ ഉൽപ്പാദിപ്പിച്ചത് കച്ചവടം ചെയ്തതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്താണ്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യമാണ്. ഇനി ഈ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്ക് ആ ഡെഫിനിഷൻസിലേക്ക് ഒന്ന് നോക്കാം. ഡെഫിനിഷൻസ് ഓഫ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അവരെല്ലാം അവരുടേതായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു കളയും. അതായത് ഒരാളുടെ അഭിപ്രായം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഹാരോൾഡ് കൂൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതൻ്റെയാണ്, മാനേജ്മെൻറ്റ് വിദഗ്ധൻ്റെയാണ്. ഹാരോൾഡ് കൂൻസ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്, മാനേജ്മെൻറ്റ് അതെന്താണ്, ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ചെയ്ത് കിട്ടുക എന്നതാണ്. ആരിലൂടെ, ഒരു കൂട്ടം ആളുകളാൽ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട രീതിയിൽ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ഫലപ്രദമായിട്ട് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് ആ ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. അതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ. വളരെ പെട്ടെന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാർ ആവശ്യം അവരുടേതാണ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് കാര്യങ്ങളെല്ലാം നേടി തന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ. ഇതാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അനലിറ്റിക്കൽ ഇൻസൈറ്റ് എന്താണെന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കാം, എംഫസൈസസ് കോർഡിനേഷൻ ആൻഡ് ഗ്രൂപ്പ് എഫോർട്ട് ഇൻ ഫോർമൽ സെറ്റിങ്സ്. അതായത് നമ്മുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കൂട്ടം ആളുകളുടെ എഫോർട്ടിനെ നമ്മൾ ഫലപ്രദമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് അത് നമ്മുടേതാണെന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുക. അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരികയാണെന്ന് വയ്ക്കുക. ഗവൺമെൻറ് പോലീസിനെ അങ്ങോട്ട് നിയോഗിക്കുന്നു. പോലീസുകാരെന്താ ചെയ്യണത്, ആ പോലീസിനെ നേരിടാനായിട്ടാണ് ഈ പറയുന്ന പ്രതിഷേധക്കാരും പ്രകടനക്കാരും വരുന്നത് എന്ന രീതിയിൽ ആ പ്രകടനക്കാരെ തല്ലിച്ചതയ്ക്കുന്നില്ലേ, അത് വേണമെങ്കിൽ നമുക്കിവിടെ നോർക്കാനായിട്ട് എടുക്കാം. ഇതാണ് ഈ ഹാരോൾഡ് കൂൻസ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഹെൻറി ഫയൽ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്, ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. അതാണ് പറയുന്നത്. അതായത് ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം എന്താണ്, കാര്യങ്ങളെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കൈകാര്യം ചെയ്യുക. എങ്ങനെയാണ്, ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ കാര്യങ്ങളെ കാണുന്നു, അല്ലേ. എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം പ്ലാൻ, അതെങ്ങനെയായിരിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് എവിടെയാണ് പോകേണ്ടത്, നമുക്ക് പോകേണ്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊച്ചിൻ എയർപോർട്ടാണ്. അപ്പോൾ നമുക്കവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 മണിക്കാണ് വൈകുന്നേരം 4 മണിക്കാണ് ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു 2 മണിക്കൂർ നേരത്തെ എത്തേണ്ടി വരും. അപ്പോൾ 2 മണിക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എറണാകുളം വഴിയുള്ള യാത്ര ട്രാഫിക് ബ്ലോക്കാണ്, അത് 2 മണിക്കൂറുള്ള യാത്ര 3 മണിക്കൂർ എടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് നമ്മളൊരു 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ടാക്സിക്കാരനൊരു 10:30 അവിടെ തന്നെ വരേണ്ടി വരും. നമ്മളോ
നമ്മൾ കുറച്ചുകൂടി നേരത്തെ തയ്യാറായിട്ടിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എങ്ങനെയാണ് നമുക്ക് ദീർഘവീക്ഷണത്തോടുകൂടി ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റുക, അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുക, അതെങ്ങനെയാണ് നടപ്പിലാക്കാൻ പറ്റുക, അതെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുക, അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഈ വക കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലാണ് ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ അനലിറ്റിക്കൽ ഇൻസൈറ്റ് നോക്കിയാൽ എന്തായിരിക്കാം? ഇൻട്രൊഡ്യൂസ്ഡ് ദ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ബേസിസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി. അതായത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം എന്താണ്? ക്ലാസിക്കൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ബേസിസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി. അതായത് ഭരണനിർവഹണത്തിൻ്റെ സിദ്ധാന്തത്തിന് ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് ഏത് രീതിയിലൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഈ ഹെൻറി ഫയോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ഹെൻറി ഫയോൾ ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനാണ് എന്ന് മാത്രം ഇവിടെ നമ്മൾ ഓർത്താൽ മതി. അടുത്ത മാനേജ്മെൻറ്റ് വിദഗ്ധനിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് പീറ്റർ ഡ്രക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അല്ലെ? പീറ്റർ ഡ്രക്കർ എന്ന് പറയും. അപ്പോൾ ആരാണ് പീറ്റർ ഡ്രക്കർ? എന്താണ് പീറ്റർ ഡ്രക്കറിൻ്റെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, പീറ്റർ ഡ്രക്കർ പറഞ്ഞ കാര്യം എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്, ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. ഇത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്, കാര്യങ്ങൾ ശരിയായി ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകത, അല്ലേ? ഇലക്ഷൻ മാനേജ്മെൻറ്റ്, ഇലക്ഷൻ വരാൻ നേരത്ത് ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന പരിപാടിക്ക് നമ്മൾ ഇലക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയും, അല്ലേ? ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൂയിങ് ദ റൈറ്റ് തിങ്സ്, അതായത് ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്, അതായത് കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ കഴിവാണെങ്കിൽ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ശരിയായ കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്യുമ്പോൾ അത് ലീഡർഷിപ്പ് ആവുന്നു, എന്നാൽ കാര്യങ്ങളെ ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ അത് മാനേജ്മെൻറ്റുമായി മാറുന്നു എന്നാണ് പീറ്റർ ഡ്രക്കർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഹൈലൈറ്റ്സ് എഫിഷ്യൻസി ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇതുമൂലം എന്താ സംഭവിക്കുന്നത്? എഫിഷ്യൻസിയും ഡിസിഷൻ മേക്കിങ്ങും വളരെ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെയോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ്. അതേപോലെ മാനേജ്മെൻറ്റും ലീഡർഷിപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കിവിടെ കാണുവാനും സാധിക്കും. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണെന്നും ലീഡർഷിപ്പ് എന്താണെന്നും നമുക്കിവിടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി മേരി പാർക്കറും ഫോലറ്റ്, അല്ലെ? മേരി പാർക്കർ ഫോലറ്റ് പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലെ? മേരി പാർക്കർ ഫോലറ്റ് പറഞ്ഞ കാര്യം എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഒരു കലയാണ്. നമുക്ക് വേണ്ടുന്ന കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക എന്നൊരു കലയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് മേരി പാർക്കർ. വളരെ ശരിയായ കാര്യമാണത്, അല്ലേ? ഫോക്കസ് ഓൺ ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് കൊളാബറേഷൻ. അത് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് മനുഷ്യരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം. നമുക്ക് ബന്ധവും സഹകരണം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ, നമ്മുടെ സുഹൃത്തുക്കളും കൂടി വന്നിട്ട് അത് അവരുടേതാണെന്നുള്ള രീതിയിൽ തന്നെ നടത്തിത്തരും. അതാണ് ഈ പറയുന്ന മേരി പാർക്കർ ഫോലറ്റിൻ്റെ സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സിദ്ധാന്തമായ ഫ്രെഡറിക് ടൈലറിൻ്റെ സിദ്ധാന്തത്തിലേക്കൊന്ന് പോയാലോ? ഫ്രെഡറിക് ടൈലർ പറഞ്ഞ കാര്യം എന്താണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എംഫസൈസസ് എഫിഷ്യൻസി ത്രൂ ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് എന്നാണ് പറഞ്ഞത്. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനൊക്കെയാണ്? എഫിഷ്യൻസി ത്രൂ ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ്. അതായത് സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചും സമയബന്ധിതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട് ഉണ്ടല്ലോ അതിനെക്കുറിച്ചുമൊക്കെയാണ് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ഫ്രെഡറിക് ടൈലർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി എന്താണ്? ഫൗണ്ടേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ടെക്നിക്സ്, അല്ലേ? അതായത് ഒരു ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയാൻ നേരത്ത് സമയബന്ധിതമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഉൽപ്പാദനം നടത്തേണ്ടതായിട്ട് വരും. അതായത് ഉൽപ്പാദനം നടത്തുന്ന ഉൽപ്പന്നത്തിനെ അമേരിക്കയ്ക്ക് അയക്കാനുള്ള ഉൽപ്പന്നമാണെങ്കിൽ അമേരിക്കയ്ക്ക് കപ്പൽ പോകുന്നതിന് മുൻപായിട്ട് ആ ഉൽപ്പന്നം കപ്പലിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആ കപ്പലിൽ ഉൽപ്പന്നം എത്തണമെന്നുണ്ടെങ്കിൽ എത്ര വേഗത്തിലായിരിക്കണം ആ ഉൽപ്പന്നത്തിൻ്റെ പ്രൊഡക്ഷൻ നടത്തേണ്ടത്? അതാണ് ഫൗണ്ടേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ടെക്നിക്സ് നിർണായകമാകുന്നത്. അത് ഫ്രെഡറിക് ടൈലറിൻ്റെതാണ്. അദ്ദേഹമാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എംഫസൈസസ് എഫിഷ്യൻസി ത്രൂ ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന കാര്യം. ഇതാണ് നമ്മൾ നോക്കിയ പ്രധാനപ്പെട്ട ചിന്തകന്മാരും അവരുടെ ആ വചനങ്ങളും എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു കാര്യങ്ങൾ നോക്കാം, അല്ലെ? നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അത് എന്താണ്, അത് എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് വിലയിരുത്താം, അല്ലേ? ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നതാണ് ഗോൾ ഓറിയൻറ്റഡ് മാനേജ്മെൻറ്റ്. ഗോൾ എന്ന് വെച്ചാൽ എന്താണ്? റിസൾട്ട് ആണ്, അല്ലെ? ഗോൾ അടിച്ചു എന്ന് വെച്ചാൽ പന്ത് അടിച്ച് വലയിലെത്തിച്ചാൽ അതാണ് റിസൾട്ട്, അതാണ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾ ഓറിയൻറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? മാനേജ്മെൻറ്റ് എയിംസ് ടു അച്ചീവ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. അതായത് മാനേജ്മെൻറ്റ് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് എയിംസ് ടു അച്ചീവ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എന്താണ്? ചില പ്രത്യേക കാര്യങ്ങൾ. അപ്പോൾ മാനേജ്മെൻറ്റ് എയിംസ് ടു അച്ചീവ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റിന് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് കൈകാര്യം അത് ഫലപ്രദമായ രീതിയിൽ നേടിയെടുക്കുവാനാണ് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ ഓണാഘോഷം നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ആ ഓണാഘോഷം ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടാവും, ആ ക്ലബിനൊരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? വളരെ നല്ല രീതിയിൽ പൈസ എല്ലാം കളക്ട് ചെയ്തിട്ട് ആ ആഘോഷം നടത്താറില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഇനി യൂണിവേഴ്സൽ, അതായത് മാനേജ്മെൻറ്റിൻ്റെ യൂണിവേഴ്സൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആപ്ലിക്കബിൾ അക്രോസ് ഓൾ ഓർഗനൈസേഷൻസ്, അതായത് എല്ലാ ഓർഗനൈസേഷനുകൾക്കും ബാധകമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ യൂണിവേഴ്സൽ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് ഇന്ത്യയിലുള്ളൊരു ഓർഗനൈസേഷന് ബാധകമാകുന്ന കാര്യം ആഫ്രിക്കയിലായാലും അമേരിക്കയിലായാലും യൂറോപ്പിലായാലും അത് ബാധകമായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ എന്ന രീതിയിൽ വിളിക്കുന്നത്. യൂണിവേഴ്സൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇൻ്റഗ്രേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനമാണ്. ഇൻ്റഗ്രേറ്റീവ് ഫോഴ്സ് എന്താണ്? ഇൻ്റഗ്രേറ്റീവ് ഫോഴ്സ് എന്താണ്? ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് മാനേജ്മെൻ്റ് അല്ല. അപ്പോൾ ഇൻ്റഗ്രേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് കോർഡിനേറ്റ്സ് വേരിയസ് ഫങ്ഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് പല ഡിപ്പാർട്ട്മെൻറ്റുകളെയും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റഗ്രേറ്റീവ് ഫോഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇൻ്റഗ്രേറ്റീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ കോർഡിനേറ്റ്സ് വേരിയസ് ഫങ്ഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും അവയുടെ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെയും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് ഇൻ്റഗ്രേറ്റീവ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലേ. സോഷ്യൽ പ്രോസസ്സ് എന്താണ്? സോഷ്യൽ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സോഷ്യൽ പ്രോസസ്സ് ഇൻവോൾവ്സ് ഹ്യൂമൻ ഇൻ്ററാക്ഷൻ ആൻഡ് കൊളാബറേഷൻ. സോഷ്യൽ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന പ്രധാനമായിട്ടും എന്താണ്? മനുഷ്യൻ്റെ ആ ഒരു ഇൻ്ററാക്ഷനും അതേപോലെ സഹകരണവുമാണ്. ഹ്യൂമൻ ഇൻ്ററാക്ഷൻ ആൻഡ് കൊളാബറേഷൻ. അപ്പോൾ ഹ്യൂമൻ ഇൻ്ററാക്ഷനും കൊളാബറേഷനുമാണ് സോഷ്യൽ പ്രോസസ്സ് എന്നതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്. അപ്പോൾ സോഷ്യൽ പ്രോസസ്സ് ഇൻവോൾവ്സ് ഹ്യൂമൻ ഇൻ്ററാക്ഷൻ ആൻഡ് കൊളാബറേഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത് നോക്കിയാലോ, കണ്ടിന്യൂസ് പ്രോസസ്സ് ആണ് അല്ലേ. കണ്ടിന്യൂസ് പ്രോസസ്സ് എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ്സ് ഓൺ ഗോയിങ് ആക്ടിവിറ്റി, നോട്ട് വൺ ടൈം ടാസ്ക്. അപ്പോൾ കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു ഒറ്റത്തവണ ചെയ്ത് തീർത്ത് അവസാനിപ്പിക്കുന്ന കാര്യമല്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതാണ് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക് ഫംഗ്ഷൻ ഉണ്ട്. ഡൈനാമിക് ഫംഗ്ഷൻ എന്താണ്? അഡാപ്റ്റ്സ് ടു ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ്. അതായത് ഡൈനാമിക് ഫംഗ്ഷൻ, അതായത് എന്ത് സംഭവം ഉണ്ടായാലും ഉടൻ തന്നെ അതിനോട് പൊരുത്തപ്പെടുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അഡാപ്റ്റ്സ് ടു ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ് അല്ലേ. അഡാപ്റ്റ്സ് ടു ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ്, അതായത് നമ്മുടെ പരിസ്ഥിതിയിൽ എന്തുണ്ടാകുന്നു, ആ മാറ്റമുണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഡൈനാമിക് ഫംഗ്ഷൻ അഡാപ്റ്റ്സ് ടു ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ്, അതായത് എക്കണോമിക്ക്, ടെക്നോളജിക്കലി, പൊളിറ്റിക്കൽ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട്, സാങ്കേതികപരമായിട്ട്, സാമ്പത്തികപരമായിട്ടൊക്കെ ഏത് തരത്തിൽ വേണമെങ്കിലും ഒരു സ്ഥാപനത്തിന് പെട്ടെന്ന് നേട്ടങ്ങളോ കോട്ടങ്ങളോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? അതിനോട് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും. അതാണ് ഡൈനാമിക് ഫംഗ്ഷൻ എന്ന പദപ്രയോഗം കൊണ്ട് ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി മൾട്ടി ഡൈമെൻഷണൽ ഫംഗ്ഷൻ ഉണ്ട്. എന്താണ് മൾട്ടി ഡൈമെൻഷണൽ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ മാനേജസ് വർക്ക്, പീപ്പിൾ ആൻഡ് ഓപ്പറേഷൻസ്. അതായത് ഒരു കാര്യമല്ല, ഒന്നിലധികം കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു എന്ന് വെച്ചാൽ വർക്കിനെ ശ്രദ്ധ കൊടുക്കുന്നു, പീപ്പിൾ അവിടുത്തെ വർക്കേഴ്സിന് ശ്രദ്ധ കൊടുക്കുന്നു, അതേപോലെ അവിടെ നടത്തപ്പെടുന്ന ഓപ്പറേഷൻസിനെ, അതായത് മാനേജേഴ്സ് വർക്ക്, പീപ്പിൾ ആൻഡ് ഓപ്പറേഷൻസ്. ഇതാണ് മൾട്ടി ഡൈമെൻഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി ഡൈമെൻഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സ് വർക്ക്, പീപ്പിൾ ആൻഡ് ഓപ്പറേഷൻസ്. അതാണ് ഇവിടെ മൾട്ടി ഡൈമെൻഷണൽ ഫംഗ്ഷൻ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട് അല്ലേ. ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉൾപ്പെടുന്നത്? അച്ചീവ്മെൻറ്റ്സ് കം ഫ്രം കളക്റ്റീവ് എഫേർട്സ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിന്ന് പണിയെടുക്കുന്നു, അതിന് റിസൾട്ട് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്? ആ കളക്റ്റീവ് എഫേർട്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ കളക്റ്റീവ് എഫേർട്സിന് നമ്മൾ പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. കാരണം ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എന്ത് കിട്ടില്ല? ആ കളക്റ്റീവ് എഫേർട്ട് കിട്ടില്ല. ഗ്രൂപ്പായിട്ട് ചെയ്തെങ്കിലേ കിട്ടുകയുള്ളൂ കേട്ടോ. നമ്മൾ നോക്കിയാൽ നമ്മുടെ അടുത്ത പോയിന്റ് നമ്മൾ നോക്കിയത് എന്താണ്? നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റിൽ നോക്കിയത് അത് ഗോൾ ഓറിയൻറ്റഡ് ആണ്. എന്ന് വെച്ചാൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ഒരു കാര്യം ചെയ്യാൻ വരുമ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് ചില ടാർഗറ്റ് കാണും, അവർക്ക് പ്രത്യേകമായിട്ട് ചില റിസൾട്ടുകളും ഉണ്ടാവും. ഇനി രണ്ടാമത് നമ്മൾ നോക്കിയതാണ് യൂണിവേഴ്സൽ ആയിരിക്കും മാനേജ്മെൻറ്റ്. എന്ന് വെച്ചാൽ എല്ലാ ഓർഗനൈസേഷനുകൾക്കും അത് ബാധകമായിരിക്കും. ഒരിടത്ത് മാത്രമല്ല, എല്ലായിടത്തും ബാധകമാകുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റഗ്രേറ്റീവ് ഫോഴ്സ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇൻ്റഗ്രേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോർഡിനേറ്റ്സ് വേരിയസ് ഫങ്ഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും അവയുടെ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുക എന്നതാണ് ഇൻ്റഗ്രേറ്റീവ് ഫോഴ്സ് എന്ന മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നത്. ഇനി സോഷ്യൽ പ്രോസസ്സിലേക്ക് നമ്മൾ നോക്കിയാലോ, ഇൻവോൾവ്സ് ഹ്യൂമൻ ഇൻ്ററാക്ഷൻ ആൻഡ് കൊളാബറേഷൻ. മനുഷ്യൻ്റെ സഹകരണവും അവൻ്റെ ആ ഒരു ഇടപഴകലുകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി കണ്ടിന്യൂസ് പ്രോസസ്സ്, അതായത് തുടർച്ചയായിട്ടുള്ള പ്രക്രിയയാണെന്ന് വെച്ചാൽ ഓൺ ഗോയിങ് ആക്ടിവിറ്റി, നോട്ട് എ വൺ ടൈം ടാസ്ക്. ഒരു തവണ ചെയ്ത് തീരുന്ന ടാസ്ക് അല്ല ഇത്, തുടർച്ചയായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന ടാസ്ക്കാണ്. അതാണ് കണ്ടിന്യൂസ് പ്രോസസ്സ്, നോട്ട് ആൻ ഓൺ ഗോയിങ് ടാസ്ക് എന്ന് പറയുന്നത്.
പിന്നെയോ ഡൈനാമിക് ഫംഗ്ഷൻ ഉണ്ട്. ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡാപ്റ്റ്സ് ടു ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റ്. അതായത് അഡാപ്റ്റ്സ് ടു ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ ഏത് പരിസ്ഥിതിയിലും മാറ്റത്തോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നതാണ് ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനിയുള്ളത് മൾട്ടി ഡൈമെൻഷനലാണ്. മൾട്ടി ഡൈമെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സ് വർക്ക്, പീപ്പിൾ ആൻഡ് ഓപ്പറേഷൻസ്. അതായത് വർക്ക്, അതേപോലെ പീപ്പിൾ, അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പ്രക്രിയകൾ, ഇതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ മൾട്ടി ഡൈമെൻഷണൽ എന്ന് വിളിക്കുന്നത്. ഇനി എട്ടാമത്തെ നേച്ചർ നോക്കിയാൽ അതാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അച്ചീവ്മെൻറ്റ്സ് കം ഫ്രം കളക്റ്റീവ് എഫേർട്സ്. അതായത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ്, അതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയാൽ ഹെൻറി ഫയലും അതുപോലെ കൂൺസും അതേപോലെ ഓഡണലും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ്. അതുകൊണ്ട് ഫയൽ, കൂൺസ്, ഓഡണൽ ഫ്രെയിംവർക്ക് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. ഫയോൾ, കൂൺസ്, ഓഡണൽ ഫ്രെയിംവർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? നമുക്കറിയാം പ്ലാനിങ്, നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണല്ലോ പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയാൻ നേരത്താണ് സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഡിസൈഡിങ് ഹൗ ടു അച്ചീവ് ദം. അതായത് പ്ലാൻ ചെയ്യുകയാണ്, എന്താണ് നമ്മുടെ ലക്ഷ്യം, അതെങ്ങനെ നേടിയെടുക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്ത ഓർഗനൈസിങ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. എന്താണ്? അറേഞ്ചിങ് റിസോഴ്സസ് ആൻഡ് ടാസ്ക്. അതായത് ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടുന്ന അതിന് സഹായിക്കുന്ന വിഭവങ്ങൾ ഏതാണ് എന്ന് കറക്റ്റ് ചെയ്തിട്ട് അതെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കുന്ന പരിപാടിക്കാണ് നമ്മൾ അറേഞ്ചിങ്, അതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അല്ലേ. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? റിക്രൂട്ടിംഗ് ആൻഡ് മാനേജിങ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. റിക്രൂട്ടിംഗ് ആൻഡ് മാനേജിങ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മനുഷ്യപ്രയത്നം ആവശ്യമായിട്ടുള്ള മേഖലയാണെങ്കിൽ കൃത്യമായ മനുഷ്യ വിഭവം എന്ത് ചെയ്തിരിക്കണം, അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കണം എന്ന് പറയുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. എന്താണ് ഡയറക്റ്റിംഗ്? ഡയറക്റ്റിംഗ് എന്താണ്? ലീഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ആണ് അല്ലേ. ലീഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. അതായത് മുന്നിൽ നിന്ന് നയിക്കുക, പ്രചോദിപ്പിക്കുക, ആശയവിനിമയം നടത്തുക. ഇതൊക്കെയാണ് ലീഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ പറയുന്ന കൺട്രോളിംഗ് എന്നാണ് പറയുന്നത്. കൺട്രോളിംഗ് അല്ലേ. കൺട്രോളിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കൺട്രോളിംഗ് മോണിറ്ററിങ് ആൻഡ് കറക്റ്റിംഗ് പെർഫോമൻസ് ആണ് അല്ലേ. മോണിറ്ററിംഗ് ആൻഡ് കറക്റ്റിംഗ് പെർഫോമൻസ്, അതായത് കൃത്യമായ നിയന്ത്രണമാണ്. എല്ലാം സസൂക്ഷ്മം നിയന്ത്രിച്ചുകൊണ്ട് തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് തിരുത്തിക്കൊണ്ട് പെർഫോമൻസിനെ മെച്ചപ്പെടുത്തുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇത് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റിനെയാണ് അല്ലെ. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ആ മാനേജ്മെൻറ്റിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നോക്കിയാൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലത്തിലേക്കാണ് അല്ലെ. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നൊരു ഘടകത്തിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് കിടക്കുന്നത്. എക്കണോമിക് ഇമ്പോർട്ടൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് നമുക്കിപ്പോൾ ഒരു പാത്രത്തിൽ ചോറ് വെച്ച് തന്നു, നമ്മൾ കണ്ടു കാണും പലരും തിന്നു കഴിയാൻ നേരത്ത് പാത്രത്തിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. ചിലർ തിന്നു കഴിഞ്ഞാൽ പാത്രം എന്താണ്? കഴുകി വെച്ചതുപോലെ ഇങ്ങനെ അവിടെ വടിച്ച് തിന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വിഭവങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആവാതെ കൃത്യമായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത് നോക്കിയാൽ എന്താണ്? ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ നോക്കിയാൽ അടുത്ത പ്രോസസ് എന്താണ്? ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റിയാണ് അല്ലേ. പ്രൊഡക്ടിവിറ്റി നമുക്കറിയാം എന്താണ്? ഉൽപ്പാദനക്ഷമതയാണ്. അതെന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. സയൻറ്റിഫിക് പ്ലാനിങ് ഇംപ്രൂവ്സ് ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ ശാസ്ത്രീയമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് കൂടുകയുള്ളൂ. അതാണ് സയൻറ്റിഫിക് പ്ലാനിങ് ഇംപ്രൂവ്സ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സയൻറ്റിഫിക് പ്ലാനിങ് ഇംപ്രൂവ്സ് ഔട്ട്പുട്ട്. അടുത്തത് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഘടകമുണ്ട്. കോസ്റ്റ് റിഡക്ഷനാണ്. എന്താണ് കോസ്റ്റ് റിഡക്ഷനും? എഫിഷ്യൻറ്റ് പ്രോസസ് ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻറ്റ് പ്രോസസ്സസ് അല്ലേ. എഫിഷ്യൻറ്റ് പ്രോസസ്സസ് ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. എഫിഷ്യൻറ്റ് പ്രോസസ്സസ് ലോവർ ഓപ്പറേറ്റിംഗ് എഫോർട്ട് കോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ ചിലവ് കുറയ്ക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഉൽപ്പാദന ചെലവെന്ന് പറയുന്ന സാധനം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് സാധനങ്ങൾ വാങ്ങുമ്പോഴും അത് കൊണ്ടുവരുമ്പോഴും ഒക്കെ എന്തായിരിക്കും? നമുക്കൊരു സാധനം വേണമെങ്കിൽ വിമാനത്തെ കൊണ്ടുവരാം, പക്ഷേ കപ്പൽ ഗതാഗതം ഉപയോഗിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന സാധനമാണെങ്കിൽ ചിലവ് കുറച്ചുകൂടി കുറഞ്ഞിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എഫിഷ്യൻറ്റ് പ്രോസസ് ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റസ് എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞ എക്കണോമിക് ഇമ്പോർട്ടൻസ്. അതായത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് 1, ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 2, കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് 3. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ എക്കണോമിക് നമ്മുടെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സോഷ്യൽ ഇമ്പോർട്ടൻസ് നോക്കിയാലോ. സോഷ്യൽ ഇമ്പോർട്ടൻസ് എന്താണ്?
ജനറേറ്റ്സ് എംപ്ലോയ്മെൻറ്റ്. സോഷ്യൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ജനറേറ്റ്സ് എംപ്ലോയ്മെൻ്റ് ആണെന്ന് വെച്ചാൽ തൊഴിൽ എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം. അപ്പോൾ ജനറേറ്റ്സ് എംപ്ലോയ്മെൻറ്റ്. ഗ്രോത്ത് ഓഫ് എൻ്റർപ്രൈസസ് ലീഡ്സ് ടു ജോബ് ക്രിയേഷൻ. അതായത് ജനറേറ്റ്സ് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കണം. തൊഴിൽ വർദ്ധിപ്പിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ സംരംഭകന്മാരുടെ സ്ഥാപനങ്ങളുണ്ടല്ലോ, അപ്പോൾ ഗ്രോത്ത് ഓഫ് എൻ്റർപ്രൈസസ് ലീഡ്സ് ടു ജോബ് ക്രിയേഷൻ. അതായത് ഇപ്പം നിലവിൽ ഒരു ഫാക്ടറിയുള്ളൂ, അവിടെ 100 പേർക്ക് പണിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഫാക്ടറിയുടെ സ്ഥാനത്ത് ഒരു 4 ഫാക്ടറി വന്നു കഴിഞ്ഞാലോ 400 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തതോ, ഇംപ്രൂവ്സ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതായത് ജീവിത നിലവാരം മെച്ചപ്പെടും. വ്യവസായങ്ങളും മാനേജ്മെൻറ്റും വന്നു കഴിഞ്ഞാൽ എന്താണ്, ജീവിത നിലവാരം മെച്ചപ്പെടും. എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു അഫോർഡബിൾ ഗുഡ്സ്. അതായത് ഇപ്പോൾ നമുക്ക് സാധനങ്ങൾ വേണ്ടത് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, വളരെ കുറഞ്ഞ വിലയിൽ നമുക്കത് കിട്ടും, അല്ലേ? അരി എന്ന് പറയുന്നതിൻ്റെ വില എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. കാര്യം എന്താ, നമ്മുടെ കേരളത്തിൽ അരിയുടെ ഉൽപ്പാദനം വളരെ കുറവാണ്. നാളികേരം, അല്ലെ, തേങ്ങയും വെളിച്ചെണ്ണയുടെയും വില ഇപ്പോഴെങ്ങനെയാണ്, വളരെ കൂടുതലാണ്. പക്ഷേ തേങ്ങയുടെയും നാളികേരത്തിൻ്റെയും വില കുറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉൽപ്പാദനം നടത്തണം. അതേപോലെ ഇംപ്രൂവ്സ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നിടത്ത് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു അഫോർഡബിൾ ഗുഡ്സ്. അതായത് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മെച്ചപ്പെട്ട സാധനങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് നമുക്ക് കിട്ടും. അത് സോഷ്യൽ ഇമ്പോർട്ടൻസിൽ പെടുന്നതാണ്. പിന്നെ അടുത്തത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. മാനേജേഴ്സ് എൻഷുവർ എത്തിക്കൽ പ്രാക്ടീസസ്. അതായത് ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, നമ്മുടെ മുളക് പൊടിയുടെ അകത്ത് ഇഷ്ടികപ്പൊടി ചേർത്ത് വയ്ക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അതേപോലെ 1 കിലോ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ 950 ഗ്രാം കൊടുത്ത് 50 ഗ്രാം പൂഴ്ത്തി വയ്ക്കുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, എത്തിക്കൽ പ്രാക്ടീസ് അല്ല. അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത സി നമ്മൾ നോക്കിയാൽ എന്താണത്, ഓർഗനൈസേഷണൽ ഇമ്പോർട്ടൻസ് ആണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രസക്തിയും എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത് നോക്കുന്നത് ഗോൾ അച്ചീവ്മെൻ്റ് ആണ്, അല്ലേ? ഗോൾ അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഗോൾ അച്ചീവ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഗോൾ അച്ചീവ്മെൻറ്റ്? അലൈൻസ് ഇൻഡിവിജ്വൽ എഫോർട്സ് വിത്ത് ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. അലൈൻസ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്, അല്ലേ? അലൈൻസ് ഇൻഡിവിജ്വൽ എഫോർട്സ് വിത്ത് ഒബ്ജക്റ്റീവ്സ്. ഗോൾ അച്ചീവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അലൈൻസ് ഇൻഡിവിജ്വൽ എഫോർട്സ് വിത്ത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഗോൾ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈൻസ് ഇൻഡിവിജ്വൽ എഫോർട്സ് വിത്ത് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നേട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്കുണ്ടാകുന്നത്, ഇൻഡിവിജ്വൽ എഫോർട്സ് വിത്ത് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് നമ്മുടേതായൊരു വ്യക്തിപരമായ പ്രയത്നം ഉണ്ടാവണം, അത് നേട്ടത്തിന് വേണ്ടിയാകണം. അതാണ് ഗോൾ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാറുണ്ട്, ഓരോ വ്യക്തിക്കും ടാർഗറ്റ് കൊടുക്കാറുണ്ട്. ആ വ്യക്തിക്ക് ടാർഗറ്റ് കിട്ടുമ്പോൾ എന്താണ്, അയാൾക്ക് കൂടുതൽ ശമ്പളം കിട്ടും, കൂടുതൽ അനുമോദനങ്ങൾ കിട്ടും, പക്ഷേ സ്ഥാപനത്തിന് നല്ല ബിസിനസ്സും കിട്ടും. അതാണ്. പിന്നെ എൻകറേജസ് ഇന്നവേഷൻ, അല്ലെ? എൻകറേജസ് ഇന്നവേഷൻ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. എൻകറേജസ് ഇന്നവേഷൻ എന്താണ് എൻകറേജസ് ഇന്നവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡിസൈൻ, അതിലൂടെ എന്താണ് നമുക്ക് സ്വീകരിക്കാൻ വരുന്ന സ്ട്രാറ്റജികൾ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുകയാണ് ഉദ്ദേശിക്കുന്നത്. ത്രൂ R&D ആൻഡ് അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് എന്നാണ് പറയുന്നത്. എൻകറേജസ് ഇന്നവേഷൻ ത്രൂ R&D ആൻഡ് അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ്. നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നല്ല നല്ല സ്ട്രാറ്റജികൾ എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക. അതാണ് ഇന്നവേഷൻ. അതായത് പുതിയ പുതിയ കണ്ടെത്തലുകൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. പിന്നെയോ ബിൽഡ് ലീഡർഷിപ്പാണ്. അതായത് ബിൽഡ് ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ കഴിവുകൾ വളർത്തിയെടുക്കണം. ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈസിസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന രീതിയിൽ അധികാരികൾ ഭയന്ന് അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അഭിപ്രായം അവിടെ പറയാം. അതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതാണ് ബിൽഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നാലാമത്തത് എന്താണ്, നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. എന്താണ് നാഷണൽ ഇമ്പോർട്ടൻസ്? അത് D ആണ്, നാഷണൽ ഇമ്പോർട്ടൻസ്, അല്ലേ? കോൺട്രിബ്യൂട്ട്സ് ടു GDP ഗ്രോത്ത്. അപ്പോൾ GDPയുടെ ഗ്രോത്ത് ഉണ്ട്, GDPയുടെ വളർച്ചയുണ്ട്. അതാണ് കോൺട്രിബ്യൂട്ട്സ് ടു GDP ഗ്രോത്ത്. അതായത് ദേശീയ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തെ അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ, ദേശീയ വരുമാനത്തെ എന്ത് ചെയ്യുന്നു, അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നാണ് പറയണത്. എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ബൂസ്റ്റ് സെക്ടേഴ്സ്. അതായത് നല്ല രീതിയിലുള്ള മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ടൂറിസം മേഖലയിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ടൂറിസം മേഖല വികസിക്കും, അല്ലേ? അതേപോലെ തന്നെ വ്യവസായ മേഖലയാണെന്നുണ്ടെങ്കിൽ വ്യവസായ മേഖല വികസിക്കും. അങ്ങനെ എല്ലാ മേഖലയും എന്ത് ചെയ്യുന്നു, വികാസം പ്രാപിക്കുന്നു. അതാണ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ബൂസ്റ്റ് സെക്ടേഴ്സ് എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ പറയുന്നത്. ഇനിയോ സ്ട്രെങ്തൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് പൊതുഭരണമാണെന്നറിയാം. ആ പൊതുഭരണത്തെ എന്ത് ചെയ്യുന്നു, അത് ശക്തിപ്പെടുത്തുന്നു. അപ്ലൈഡ് ഇൻ ഗവേണൻസ് റിഫോംസ്. ഭരണപരമായ പരിഷ്കാരങ്ങളിൽ ഈ പറയുന്ന മാനേജ്മെൻറ്റ് സംവിധാനം നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ശക്തിപ്പെടുത്തുകയും അതേപോലെ ഭരണപരമായ പരിഷ്കാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെയോ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്നൊരു ഘടകമുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ നിർവചനവും മാനേജ്മെൻറ്റും നമ്മൾ നോക്കിയാൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്താണ്, അത് നമുക്കിപ്പോൾ ഒരു ദുരന്തമുണ്ടായി, അല്ലേ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്.
കോവിഡ് വന്നപ്പോൾ എന്താണ് നമ്മളതിനെ കൈകാര്യം ചെയ്തില്ലേ? കോവിഡ് വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്തത് ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഓഖി ചുഴലിക്കാറ്റും പ്രളയവും വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ കൈകാര്യം ചെയ്തില്ലേ? അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള സംവിധാനമാണ്. അപ്പോൾ ഇങ്ങനെ ദേശീയ താല്പര്യത്തിൽ നമുക്ക് മാനേജ്മെൻറ്റ് ഉപയോഗിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി വീണ്ടും നോക്കിയാൽ എന്താണ്? കോണ്ടംപററി റിലവൻസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ സമകാലിക പ്രസക്തി എത്രത്തോളമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിൽ സെക്ടർ വൈസിൽ മാനേജ്മെൻറ്റിൻ്റെ റോളുമാണ് നമ്മൾ പറയുന്നത്. അതിലാദ്യമായിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പൊതുഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്കീംസ്, അതായത് പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥം പൊതുജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് സ്കീമുകൾ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുള്ള മാനേജ്മെൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. അതുപ്രകാരം ഡിജിറ്റൽ ഇന്ത്യ ഉണ്ട്, സ്വച്ഛ് ഭാരത് ഉണ്ട് അല്ലേ. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയും സ്വച്ഛ് ഭാരതും ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്കീംസ് എന്നതിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് നമ്മൾ ഓർക്കുക. പിന്നെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് അല്ലേ. ഹെൽത്ത് കെയർ എന്താണ്? ഹെൽത്ത് കെയർ എഫിഷ്യൻറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കണത്? ഈ ഹെൽത്ത് കെയർ എന്ന് വിളിക്കണം. നമ്മുടെ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് കൈകാര്യം ചെയ്തതല്ലേ. അപ്പോൾ എഫിഷ്യൻറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എക്സാമ്പിൾ കോവിഡ് റെസ്പോൺസ് ആണ്. അപ്പം എഫിഷ്യൻറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന നേരത്ത് കോവിഡ് റെസ്പോൺസ് എന്ന ശ്രേണിയിൽ നമുക്കതിനെ പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടല്ലോ. എഡ്യൂക്കേഷൻ എന്താണ്? വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ. അതായത് സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ന്യൂ എക്കണോമിക് പോളിസി അല്ല, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ് കേട്ടോ, NEP, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020. അതൊക്കെ നടപ്പിലാക്കിയത് എന്താണ്? വിദ്യാഭ്യാസ മേഖലയിൽ നടന്ന സമകാലികമായിട്ടുള്ള സംഭവങ്ങളാണ്. അതാണ് എഡ്യൂക്കേഷൻ മേഖലയിലും ഹെൽത്ത് കെയറിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും നമ്മൾ കണ്ടത്. ഇത് നമ്മൾ എൻവയോൺമെൻറ്റിൻ്റെ മേഖലയിലേക്ക് നോക്കിയാൽ എൻവയോൺമെൻറ്റ് എന്താണ്? കാലാവസ്ഥയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? റിലവൻ്റ് ആയിട്ട് കാണുന്നത് പ്രൊജക്റ്റ് ആൻഡ് പോളിസി മാനേജ്മെൻറ്റ്, അതായത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊജക്റ്റുകളും പോളിസികളും ഗവൺമെൻറ് എന്ത് ചെയ്യണം? കാലാകാലങ്ങളിൽ നടപ്പിലാക്കണം. ആ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതിനെ നേരിടുവാനായിട്ട് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു പദ്ധതി നമുക്കിവിടെയുണ്ട്. അത് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെയോ ഇനി ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ടല്ലേ. ഡിഫൻസ് നമുക്കറിയാം പ്രതിരോധമാണ്, സെക്യൂരിറ്റി സുരക്ഷയാണ്. അപ്പോൾ നമ്മുടെ സുരക്ഷയും പ്രതിരോധവും എന്ന മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരുപാട് പ്ലാനിങ്ങുകൾ നടത്താറുണ്ട്. അതാണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഉണ്ട്, റിസ്ക് ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ് നമുക്കുണ്ട്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങും റിസ്ക് ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റും ഇവിടെയുണ്ട്. നമ്മുടെ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് നമ്മൾ നോക്കുന്ന കോണ്ടംപററി റിലവൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള മേഖലയിൽ കാണുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലേ. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ പറഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ ഇന്ത്യ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നൊക്കെ പറയുന്ന സ്കീമുകൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്, അത് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ഹെൽത്ത് കെയർ രംഗത്താണെങ്കിൽ നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികളും തരണം ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലോ സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റവും അതേപോലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എല്ലാം നമുക്ക് അവിടെ ഉദ്ധരിക്കാനായിട്ട് സാധിക്കണം. ഇനി എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലോ പ്രൊജക്റ്റ് ആൻഡ് പോളിസി മാനേജ്മെൻറ്റ് അല്ലേ. അതെന്താണ്? നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് വരുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റ്, പ്രൊജക്റ്റ് ആൻഡ് പോളിസി മാനേജ്മെൻറ്റ് നോക്കിയാൽ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് അവിടെ വരുന്നത്. പിന്നെ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ഉണ്ടല്ലോ. ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രാറ്റജിക് പ്ലാനിംഗ്, റിസ്ക് ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങും റിസ്ക് ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റും അവിടെ വരുന്നുണ്ട്. ഇനി അടുത്തത് 7ാമത് നോക്കിയാലോ, ഇൻ്റർ ഡിസിപ്ലിനറി ലിങ്കേജസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടല്ലോ. ഇൻ്റർ ഡിസിപ്ലിനറി ലിങ്കേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന എന്താണ്? എക്കണോമിക്സ് അല്ലേ. ഇൻ്റർ ഡിസിപ്ലിനറി ലിങ്കേജസ് എക്കണോമിക്സ് ഉണ്ട്, വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റിസോഴ്സ് അലോക്കേഷനും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നോക്കും അല്ലേ. സാമ്പത്തിക ശാസ്ത്രപരമായിട്ട് ഒരു മാനേജ്മെൻറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ നോക്കുന്ന കാര്യം എന്താണ്? റിസോഴ്സ് അലോക്കേഷൻ, ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെയോ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് വെച്ചാൽ എന്താണ്? സാധനത്തിൻ്റെ വിലയും അത് ഉൽപ്പാദനം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള ചിലവും കൂടി അവർ താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്നൊരു അനാലിസിസ് ഉണ്ട്. അതാണ് നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പേരിട്ട് പറയുന്നത്. അടുത്ത സോഷ്യോളജി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. സോഷ്യോളജി എന്താണ്? സോഷ്യോളജി എന്ന് പറയുന്നത്, സോഷ്യോളജി എന്താണ്? ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ല. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ഓർഗനൈസേഷൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ, അവിടുത്തെ സാമൂഹ്യ പരിതസ്ഥിതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. അതാണ് സോഷ്യോളജി. നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് അല്ലേ, മനുഷ്യപരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണോ ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ HR മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, സോഷ്യോളജി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെയോ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ എന്താണ്? പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കാം? ബ്യൂറോക്രാറ്റിക് ഫംഗ്ഷനിങ്,
അല്ലേ? പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ഇവയൊക്കെ അതിൽ പെടുന്നതാണ്. അപ്പോൾ ബ്യൂറോക്രാറ്റിക് ഫംഗ്ഷനിങ്ങും പോളിസി ഇംപ്ലിമെൻറ്റേഷനും എല്ലാം ഈ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷനിൽ ചില വിഷയങ്ങൾ കടന്നുകൂടി വരും. അതിലടുത്ത വിഷയമാണ് ലോ എന്ന് പറയുന്ന വിഷയം. ലോ എന്ന് വെച്ചാൽ എന്താണ്? നിയമമാണ്. ആ നിയമപരമായ വിഷയങ്ങൾ നോക്കിയാൽ എന്തായിരിക്കാം? റെഗുലേറ്ററി കംപ്ലയിൻറ്റ്സ്, ലേബർ ലോസ്, കോർപ്പറേറ്റ് ഗവേണൻസ്, അതൊക്കെ എന്താണ്? നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇൻ്റർ ഡിസിപ്ലിനറി ലിങ്കേജസ്, അതായത് ഈ മാനേജ്മെൻ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിന് ഏതെല്ലാം വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് നോക്കിയാൽ എക്കണോമിക്സുമായിട്ട് ബന്ധമുണ്ട്. അത് റിസോഴ്സ് അലോക്കേഷനും കോസ്റ്റ് ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോഷ്യോളജിയുമായിട്ട് ബന്ധമുണ്ട്. അത് ഓർഗനൈസേഷൻ്റെ ആ ഒരു പെരുമാറ്റം, അതിൻ്റെ ഓർഗനൈസേഷണൽ ബിഹേവിയർ നോക്കിയിട്ട്, പിന്നെയോ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിയുമ്പോൾ സോഷ്യോളജിയുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെയോ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് ഫംഗ്ഷനിങ് ഉണ്ട്, അല്ലേ? ബ്യൂറോക്രാറ്റിക് ഫംഗ്ഷനിങ് എന്ന് പറയുന്നിടത്ത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആ ഒരു പ്രവർത്തനമാണ്. പിന്നെ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ എന്നൊരു ഘടകമുണ്ട്, അല്ലേ? പോളിസി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയാൻ നേരത്ത് എന്താണ്? നയരൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ലോ ഉണ്ടല്ലേ? ലോ എന്ന് വെച്ചാൽ എന്താണ്? നിയമമാണ്. അതായത് റെഗുലേറ്ററി കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്, ലേബർ ലോസ് പറയുന്നുണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസും അവിടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്താണ്? മാനേജ്മെൻറ്റ് എന്നുള്ള ആ പ്രക്രിയ നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് അല്ലെങ്കിൽ വിമർശനങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമതാണ് ഓവർ എംഫസിസ് ഓൺ എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. അതായത് കാര്യക്ഷമതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതുവഴി എന്താണ്? മനുഷ്യന് ധാർമ്മികമായിട്ട് ലഭിക്കേണ്ടുന്ന പല കാര്യങ്ങളെക്കുറിച്ചും മറക്കുന്നു. അതായത് ഒരുത്തൻ ക്ഷീണിതനാണെങ്കിലും അവനെ കൊണ്ട് പണിയെടുപ്പിക്കാനേ നോക്കുകയുള്ളൂ. ഒരുത്തൻ ആരോഗ്യം ഉള്ളവനാണെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് പണിയെടുപ്പിക്കാം. പക്ഷേ അവന് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും അവശതകളുണ്ടെങ്കിൽ അതൊന്നും നോക്കുന്നില്ല. അത് കൂടുതൽ അവനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? അവൻ്റെ ആരോഗ്യം മൊത്തത്തിൽ തകർത്ത് കളയുന്ന രീതി ഉണ്ടാവും. അതാണ് ഓവർ എംഫസിസ് ഓൺ എഫിഷ്യൻസി. എഫിഷ്യൻസിയെ നോക്കുമ്പോൾ മനുഷ്യ പ്രയത്നത്തിന് കൂടുതൽ പ്രാധാന്യം വരുമ്പോൾ ചിലപ്പോൾ ആ മനുഷ്യൻ്റെ ആരോഗ്യപരമായ അവസ്ഥയ്ക്ക് അത് ചിലപ്പോൾ ഹാനികരമായിട്ട് വരും. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയ വിമർശനം എന്താണ്? വെസ്റ്റേൺ സെൻട്രിക് മോഡൽസ് ആണ്. അത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അതിവിടെയും നടപ്പിലാക്കണമെന്ന് ശാഠ്യം പിടിക്കുക എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പോരായ്മയാണ്, അല്ലേ? ഓഫൺ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇന്ത്യൻ സോഷ്യോ എക്കണോമിക് റിയാലിറ്റീസ്. നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടുള്ളതുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും പാശ്ചാത്യ മാതൃകകളെന്ന് പറയുന്നത്. അതിവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടുള്ള ഒരു വിരക്തിയും എതിർപ്പും എല്ലാം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയാലോ, റിജിഡിറ്റി ഇൻ ബ്യൂറോക്രസി. ബ്യൂറോക്രസി നമുക്കറിയാം ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ആ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് വളരെ കഠിനമായ രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്ന, യാതൊരു മയവുമില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത ഉദ്യോഗസ്ഥ വൃന്ദമാണെങ്കിലും എന്തായിരിക്കാം? പുവർ അഡാപ്റ്റബിലിറ്റി ഇൻ ഗവൺമെൻറ് സെക്ടേഴ്സ്. അതായത് ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി വർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് ആ റിജിഡിറ്റി ഇൻ ബ്യൂറോക്രസി എന്നുള്ള മേഖല പറയുന്നത്. ഇനി എത്തിക്കൽ ഡെലമ നോക്കിയാൽ എന്താണ്? എത്തിക്കൽ ഡെലമ നമ്മുടെ സാൻമാർഗികമായിട്ടുള്ള ഒരു വല്ലാത്തൊരവസ്ഥ. അതെന്താണ്? പ്രോഫിറ്റ് വേഴ്സസ് പീപ്പിൾ കോൺഫ്ലിക്റ്റ് ഇൻ കോർപ്പറേറ്റ് സെറ്റിങ്സ്. അതായത് ലാഭമുണ്ടാക്കണം എന്നൊരു ചിന്തയും പീപ്പിൾ കോൺഫ്ലിക്റ്റ് ഇൻ കോർപ്പറേറ്റ് സെറ്റിങ്സ്, അതായത് ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള സ്ഥാപനം ഉയർന്നു വരാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ നിന്നുണ്ടാവും ചെറിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ ലാഭമാണോ അവിടെയുള്ള ജനങ്ങളുടെ ക്ഷേമമാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കുഴപ്പം പിടിച്ച ഏർപ്പാടാണ് എത്തിക്കൽ ഡിലമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ചില കോട്ട്സ് ഉണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കോട്ട്സ് എന്ന് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എഫിഷ്യൻസി ഇൻ ക്ലൈംബിംഗ് ദ ലാഡർ ഓഫ് സക്സസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ഏണിപ്പടി കയറുക, ഫലപ്രദമായിട്ട് കയറുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതായത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി ഇൻ ക്ലൈംബിംഗ് ദ ലാഡർ ഓഫ് സക്സസ്. വിജയത്തിൻ്റെ പടവ് അല്ലെ വിജയത്തിൻ്റെ ഏണി അല്ലെങ്കിൽ വിജയത്തിൻ്റെ ഏണിപ്പടികൾ ചവിട്ടിക്കയറുവാനുള്ള കഴിവിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെയോ ലീഡർഷിപ്പ് ഡിറ്റർമൈൻസ് വെദർ ദ ലാഡർ ഈസ് ലീനിങ് എഗെയിൻസ്റ്റ് ദ റൈറ്റ് വാൾ. അതായത് നേതൃത്വം എന്ന് പറയുന്ന നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നാണ്. ലീഡർഷിപ്പ് ഡിറ്റർമൈൻസ് വെദർ ദ ലാഡർ ഈസ് ലീനിങ് എഗെയിൻസ്റ്റ് ദ റൈറ്റ് വാൾ. ആ ഏണി നമ്മൾ ചാരിയിരിക്കുന്നത് നമുക്ക് കടക്കാനുള്ള മതിലിൻ്റെ നേരെയാണോ അല്ലയോ എന്ന് നോക്കേണ്ടുന്ന ചുമതലയാണ് ലീഡർഷിപ്പിനുള്ളത്. അതല്ലെങ്കിൽ കയറി എന്നേ ഉള്ള അല്ലെ മണ്ടയില്ലാത്തത് എങ്ങനെ പോയിട്ട് തടമെടുത്ത പോലത്തെ അവസ്ഥയാകും എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്ന ആൾ സ്റ്റീഫൻ കവി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിയാലോ, ഗുഡ് മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് മേക്കിംഗ് പ്രോബ്ലംസ്, അല്ലേ? സോ ഇൻട്രസ്റ്റിംഗ് ദാറ്റ് എവരി വൺ വാണ്ട്സ് ടു ഗെറ്റ് ടു വർക്ക് ആൻഡ് ഡീൽ വിത്ത് ദം. അതായത് ഗുഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് ദ ആർട്ട് ഓഫ് മേക്കിംഗ് പ്രോബ്ലംസ് സോ ഇൻട്രസ്റ്റിംഗ് ദാറ്റ് എവരി വൺ വാണ്ട്സ് ടു ഗെറ്റ് ടു വർക്ക് ആൻഡ് ഡീൽ വിത്ത് ദം. അതായത് നല്ലൊരു മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കാം? സ്മൂത്തായിട്ട് വർക്ക് ചെയ്ത് പോകാനുള്ള അവസരം എന്ന് പറയുന്നത് എപ്പോഴും ഒരുക്കി കൊടുക്കില്ല. ചെറിയ ചെറിയ
എന്താണ് കുഴപ്പം പിടിച്ച കാര്യങ്ങൾ അവിടെ ഉണ്ടാകാനേ അവർ ആഗ്രഹിക്കുകയുള്ളൂ. കാര്യം ആ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ മാത്രമേ ഈ എംപ്ലോയീസിനാണെങ്കിലും ഒരുമിച്ച് വർക്ക് ചെയ്യുവാനും അതിനെ തരണം ചെയ്യുവാനും മുന്നോട്ട് പോകുവാനും അതുവഴി കൂടുതൽ ഉൽപ്പാദനം നടത്തുവാനും മാനേജ്മെൻറ്റുമായിട്ട് ചേർന്ന് നിൽക്കുവാനും ഉള്ളൊരു താല്പര്യം ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് പോൾ ഹോക്കൻ ആണ് പറഞ്ഞത്. പോൾ ഹോക്കൻ. ഇനി അടുത്ത എന്താണ്? ദ ബെസ്റ്റ് എക്സിക്യൂട്ടീവ് ഈസ് ദ വൺ ഹു ഹാസ് സെൻസ് അല്ലേ എനഫ് ടു പിക്ക് ഗുഡ് മെൻ ടു ഡു വാട്ട് ഹി വാണ്ട്സ് ഡൺ. അതായത് ദ ബെസ്റ്റ് എക്സിക്യൂട്ടീവ്, അതായത് നല്ല ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആളാരായിരിക്കും? ഈസ് ദ വൺ ഹു ഹാസ് സെൻസ്, അയാൾക്ക് ഒരു ബോധമുണ്ടായിരിക്കും. എന്താണ്? എനഫ് ടു പിക്ക് ഗുഡ് മെൻ ടു ഡു വാട്ട് ഹി വാണ്ട്സ് ഡൺ. അതായത് ഞാൻ എന്ത് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് എനിക്കത് ചെയ്ത് കിട്ടണമെങ്കിൽ അത് ചെയ്യുവാനായിട്ട് കഴിവും കാര്യപ്രാപ്തിയുമുള്ള കുറച്ച് പേരെ ഞാൻ കണ്ടെത്തുക, അവരെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഗുഡ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ നിർവചനം, മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്നുള്ള മേഖലയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി പ്രധാനപ്പെട്ട കുറച്ച് കേസ് സ്റ്റഡികൾ നമ്മുടെ ഇന്ത്യയിലുള്ള എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ലെവലുണ്ട് അല്ലേ മാനേജ്മെൻറ്റ്. കോർപ്പറേറ്റ് ലെവലുള്ള മാനേജ്മെൻറ്റിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാറ്റ ഗ്രൂപ്പില്ലേ, ആ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കോർപ്പറേറ്റുകളാണ്. അദാനി കോർപ്പറേറ്റാണ്, അവരുടെ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഈ പറയുന്ന ഏതാണ് കോർപ്പറേറ്റ് ലെവൽ മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊതുമേഖലയാണ്. ആ പൊതുമേഖലയിലുള്ള കാര്യവും നല്ല ഭംഗിയായിട്ട് മാനേജ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോകണം. അതിനുദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക എന്തായിരിക്കാം? ISRO എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് എഫിഷ്യൻറ്റ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം റോക്കറ്റുകളാണ് ബഹിരാകാശത്തേക്ക് അയക്കുന്നത്, അതാണ് ഇവിടെ പബ്ലിക് സെക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗവേണൻസ് എന്ന് പറഞ്ഞ മേഖലയിലെ മാനേജ്മെൻറ്റ് നോക്കിയാലോ, ഈ ഗവേണൻസ് അണ്ടർ ഡിജിറ്റൽ ഇന്ത്യയാണ്. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള പദ്ധതിക്ക് കീഴിൽ വരുന്ന ഈ ഗവേണൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഗവേണൻസിനെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഏറ്റവും മികച്ച മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആ ഒരു ഫ്ലഡ് മാനേജ്മെൻറ്റും അതിൻ്റെ കോർഡിനേഷനുമായിരുന്നു കേട്ടോ. ഫ്ലഡ് മാനേജ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വളരെ ഫലപ്രദമായ രീതിയിൽ നമ്മൾ എടുത്ത സാധനമാണ്. ഇനി ഹെൽത്ത് നമ്മൾ നോക്കിയാലോ, ഹെൽത്ത് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ സേതു ആപ്പ് നമ്മൾ കണ്ടതാണ് അല്ലേ. പിന്നെയോ ടെക്നിക്കൽ ഡ്രിവൻ ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്നൊരു മേഖലയുണ്ട്. അതായത് ആരോഗ്യ സേതു ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. കോവിഡ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഏത് മേഖലയിൽ ഒന്നുണ്ട് മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ കേസ് സ്റ്റഡിയിൽ കോർപ്പറേറ്റ് ലെവലിലാണെങ്കിൽ അംബാനിയും അദാനിയും ടാറ്റയും എല്ലാം എക്സാമ്പിൾ. പബ്ലിക് സെക്ടറിനാണെങ്കിൽ ഇന്ത്യൻ ISRO നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഗവേണൻസ് ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ പ്ലാറ്റ്ഫോം നമുക്ക് എടുക്കാൻ പറ്റും. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണെങ്കിൽ ഫ്ലഡ് മാനേജ്മെൻറ്റ് എടുക്കാൻ പറ്റും. ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ ആരോഗ്യ സേതു എന്ന് പറയുന്ന സംവിധാനം നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ബിസിനസ് ഫംഗ്ഷൻ ബട്ട് എ പില്ലർ ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോട്ട് ജസ്റ്റ് എ ബിസിനസ് ഫംഗ്ഷൻ, അതൊരു ബിസിനസ് ഫംഗ്ഷൻ മാത്രമല്ല എന്നാണ് പറയുന്നത്. പിന്നെയോ അതൊരു നെടും തൂണാണ് എന്തിൻ്റെയൊക്കെ? സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ, സാമൂഹ്യ സാമ്പത്തിക വികസനത്തിൻ്റെ, അതേപോലെ ഗവേണൻസിൻ്റെ, അതായത് നമ്മുടെ ഭരണനിർവഹണത്തിൻ്റെ, അതേപോലെ സസ്റ്റൈനബിലിറ്റി നിലനിൽപ്പിൻ്റെ എല്ലാത്തിൻ്റെയും എന്താണ് ഒരു ആണിക്കല്ലാണ് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കാം. ഫോർ എ സിവിൽ സർവൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്ലൈയിങ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഈസ് ക്രൂഷ്യൽ ഫോർ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ. അതായത് ഒരു സിവിൽ സർവൻറ്റിന് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം? എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്ലൈയിങ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഈസ് ക്രൂഷ്യൽ ഫോർ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ, പബ്ലിക് സർവീസ് ഡെലിവറി ആൻഡ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചും പബ്ലിക് സർവീസ് ഡെലിവറിയെക്കുറിച്ചും അവിടുത്തെ പോളിസി ഇംപ്ലിമെൻറ്റേഷനെക്കുറിച്ചും നല്ല ഭംഗിയായിട്ട് ഒരു സിവിൽ സർവൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മാനേജ്മെൻറ്റ് സിസ്റ്റം വളരെ ഭംഗിയായിട്ട് സ്മൂത്തായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നോക്കിയത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കായ ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.